ആരും ചീത്ത പറയില്ലെങ്കിൽ ഒരു കാര്യം പറയാം, ചിങ്ങം 1 ഇന്ന് എന്ന് ഞാൻ വാട്സാപ്പ് സ്റ്റാറ്റസ് കണ്ടപ്പോഴാട്ടോ മനസ്സിലാക്കിയത്. അങ്ങനെ ആരും എനിക്ക് വിശ്വസൊന്നും അയക്കാനില്ല കേട്ടോ. പിന്നെ ഏതോ ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൽ ഞാനത് കണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വേണമെന്ന് വെച്ചിട്ടൊന്നും അല്ല കേട്ടോ എനിക്ക് ഈ ലഞ്ച് ഉണ്ടാക്കിയത്. 2 ദിവസമായിട്ടോ സാമ്പാർ വെച്ചിട്ട്, അതും ചോറ്, സാമ്പാർ, ഇത് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി, നാട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് ചിപ്സ് ഉണ്ട് ബാക്കി ഇരിപ്പുണ്ട്, പിന്നെ കടുമാങ്ങ, പിന്നെ ഇത് വെണ്ടയ്ക്ക പച്ചടിയാണ് കേട്ടോ. അത് ഇന്നലെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയപ്പോഴത്തേക്കും കുറച്ച് പച്ചടി ഉണ്ടാക്കി മാറ്റി വെച്ചായിരുന്നു. ഇത് കുറച്ച് കടല ഒലത്തി വെച്ചത് കടലക്കറിയുടെ ബാക്കിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് ചിങ്ങം 1 ഇതുപോലെ കുറച്ച് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിങ്ങം 1 എനിക്കിതുപോലെ പച്ചക്കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റി. അതെനിക്കിഷ്ടമുള്ള കുറച്ച് നമ്മുടെ ഓണവിഭവങ്ങളിൽ സാമ്പാറും കുറച്ച് ചിപ്സും കുറച്ച് എന്താ പറയുക പച്ചടി അതും ഉണ്ട് കേട്ടോ. പിന്നെ കൂട്ടുകറി എന്ന് പറയാം, അത് കടല മാത്രമേ ഉള്ളൂ, പിന്നെ പച്ചമോരും. എന്തായാലും ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ചെറുപ്പം തൊട്ടേ എനിക്ക് ഭയങ്കര നോസ്റ്റാൾജിക് ഫീലിംഗ് ആണ് ഈ ഓണത്തെക്കുറിച്ചിട്ട്. പക്ഷേ എന്തോ ഇപ്പോൾ 13 വർഷമായി എനിക്ക് ഞാൻ ഓണമൊക്കെ വീട്ടിൽ അപ്പൂൻ്റെയും പ്രമോദിൻ്റെ കൂടെ ആഘോഷിച്ചിട്ട്. ഭയങ്കര സങ്കടമുണ്ട് എനിക്ക് ഓണം ആഘോഷിക്കാൻ പറ്റുന്നത്. ദൈവം സഹായിക്കുവാണെങ്കിൽ ഒക്കെ ശരിയാവുകയാണെങ്കിൽ നെക്സ്റ്റ് ഇയർ എനിക്ക് ഓണം ആഘോഷിക്കാൻ പറ്റും അപ്പൂൻ്റെയൊക്കെ കൂടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും. അപ്പോൾ എൻ്റെ ഓണാശംസകൾ. അപ്പോൾ തുടങ്ങട്ടെ ഈ ഒരു ചിങ്ങമാസം. സർവ്വസമ്പൽ സമൃദ്ധി എല്ലാവർക്കും തട്ടെ, സന്തോഷവും സമാധാനവും സമ്പത്തും ഒരു വിഷമങ്ങളും ഇല്ലാതെ നല്ലൊരു മലയാള വർഷം അങ്ങോട്ട് കഴിഞ്ഞു പോട്ടെ എന്ന് ഞാൻ എല്ലാവർക്കും ആശംസിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ചിങ്ങം 1 വിഷസ്.